ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ ബേസാണ് ചെയ്യുന്നത്. അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. തരിയോ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും അതുപോലെ തന്നെ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാൻ 2 മുട്ടയുടെ വെള്ളയും 2 മുട്ടയുടെ മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക് ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കോ യൂസ് ചെയ്ത് നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലും ഇതിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നതെന്ന്, മുട്ട പതപ്പിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഇലക്ട്രിക് ബീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയുടെ മഞ്ഞയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിൽ വരുന്നതല്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് തിക്കായി പോകണ്ട, കാരണം നമ്മളിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുട്ട അത്യാവശ്യം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ഒരേ ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്യുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ബട്ടർ മിൽക്ക് മതിയാവും. ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട നമ്മുടെ കേക്ക് ബാറ്റർ. അപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം തിക്കായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാനിതിൽ അവസാനമാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൈഗറിൻ്റെ റോസ്ബെറി റെഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ജെൽ കളറല്ല, ലിക്വിഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ തേച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്കൊരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവനിലല്ല, പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിതുപോലെ ഒരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. നടുഭാഗം വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പൊങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് പുൾമി അപ്പ് കേക്ക് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും അതുണ്ടാകും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.